Once again, all of you, welcome back to my YouTube channel. So today we are going to discuss about the topic activity 1.2. Okay. So എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റി, സെക്കൻഡ് ആക്ടിവിറ്റി മീൻസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ടതാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം. അതിനകത്ത് ഫസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സെക്കൻഡ് ആക്ടിവിറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ. സോ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് ലെഡ് നൈട്രേറ്റ്. ഓക്കെ, ലെഡ് നൈട്രേറ്റ്. സെക്കൻഡ് വേണ്ടുന്നത് പൊട്ടാസ്യം അയോഡൈഡ്. ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് ഈ ലെഡ് നൈട്രേറ്റിനകത്തോട്ട് നമുക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? പൊട്ടാസ്യം അയോഡൈഡ്. ലെഡ് നൈട്രേറ്റ് സൊല്യൂഷനകത്തോട്ട് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഇത് എന്താണ്? ചേഞ്ച് ഇൻ കളർ എന്ന പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണ്. ചേഞ്ച് ഇൻ കളർ എന്നൊരു ഐഡന്റിഫിക്കേഷൻ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ചേഞ്ച് ഇൻ കളർ വന്നാൽ അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഈ ലെഡ് നൈട്രേറ്റിന് എന്തില്ല? കളറില്ല, കളർലെസ് ആണ്. ലെഡ് നൈട്രേറ്റ് ഈസ് എ കളർലെസ് തിങ്. ദെൻ ഈ പൊട്ടാസ്യം അയോഡൈഡിനും എന്തില്ല? കളറില്ല, കളർലെസ്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ലെഡ് നൈട്രേറ്റ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചതിനകത്തോട്ട് പൊട്ടാസ്യം അയോഡൈഡിന്റെ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്ത് കൊടുക്കുന്നു. ലെഡ് നൈട്രേറ്റിനും കളറില്ല, പൊട്ടാസ്യം അയോഡൈഡിനും കളറില്ല. ബോത്ത് ആർ കളർലെസ് സൊല്യൂഷൻസ്. രണ്ടും എന്താണ്? കളർലെസ് ആണ്. Then we can observe that there is a yellow precipitate. Then അപ്പം ആഫ്റ്റർ ദ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ആ നമ്മൾ എടുത്ത സൊല്യൂഷനകത്ത് ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് മീൻസ് ഒരു സോളിഡ് സബ്സ്റ്റൻസ് എന്താണ് ഡിസോൾവ് ആകാണ്ട് കിടക്കുന്നതിന് നമ്മൾ എന്താന്ന് പറയുന്നത്? പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കളർലെസ് ആയിട്ടുള്ള തിങ്സ് നമ്മൾ മിക്സ് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്തൊരു കളേർഡ് ആയിട്ടുള്ള തിങ് എന്ത് ചെയ്തു? അപ്പിയർ ചെയ്തു. അതിനെ നമുക്ക് അപ്പോൾ എന്താണ്? ചേഞ്ച് ഇൻ കളർ വന്നു. അപ്പൊ അതെന്താണെന്ന് ഉറപ്പിച്ച് പറയാം? ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് പറയാൻ സാധിക്കും. അപ്പം ഈ കളേർഡ് തിങ് എന്ന് പറയുന്നത് എന്താണ്? ലെഡ് അയോഡൈഡ്. ഇതിന്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. ഓക്കെ, യെല്ലോ കളേർഡ് ആയിട്ടുള്ള ലെഡ് അയോഡൈഡ് അതിനകത്ത് ഡിസോൾവ് അല്ലാണ്ട് കിടക്കുകയും ഡിസോൾവ് ആകാതെ അങ്ങനെ കിടക്കുകയും പിന്നെ അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പൊട്ടാസ്യം നൈട്രേറ്റും ആയിരിക്കും. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് ആക്ടിവിറ്റി ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് ലെഡ് നൈട്രേറ്റിന്റെ ഒരു സൊല്യൂഷൻ, അതിനകത്തോട് നമ്മൾ പൊട്ടാസ്യം അയോഡൈഡിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ ബിഫോർ ദ റിയാക്ഷൻ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് സൊല്യൂഷൻസിനും എന്തില്ല? കളറില്ല. മീൻസ് ലെഡ് നൈട്രേറ്റിനും കളറില്ല, പൊട്ടാസ്യം അയോഡൈഡിനും കളറില്ല. ഈ രണ്ട് കളർലെസ് ആയിട്ടുള്ള സൊല്യൂഷൻസ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കളേർഡ് ആയിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് കാണാൻ സാധിക്കും. ആ പ്രസിപ്പിറ്റേറ്റിന്റെ പേരെന്ന് പറയുന്നത് ലെഡ് അയോഡൈഡ്. അതിന്റെ നിറം എന്ന് പറയുന്നത് യെല്ലോ. ദെൻ അതിനകത്ത് സൊല്യൂഷൻ ആയിട്ട് കിടക്കുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. അതെന്താണ്? കളർലെസ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്, ഒരു പൊട്ടാസ്യം നൈട്രേറ്റിന്റെ സൊല്യൂഷൻ. അതാണ് നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ കളർ എന്നൊരു പ്രോപ്പർട്ടി നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു അത്. അപ്പൊ നമുക്ക് എന്താണ്? ഉറപ്പായിട്ട് അടുത്തൊരു കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് പറയാൻ സാധിക്കും. സോ ദ റിയാക്ടൻസ് എന്ന് പറയുന്നത് ലെഡ് നൈട്രേറ്റ് ആൻഡ് പൊട്ടാസ്യം അയോഡൈഡ്. പ്രോഡക്ട്സ് ഏതൊക്കെയായിരുന്നു? ലെഡ് അയോഡൈഡ് പ്ലസ് പൊട്ടാസ്യം നൈട്രേറ്റ് ആർ ദ പ്രോഡക്ട്സ്. അപ്പം കളർ ചേഞ്ച് ആണ്, അത്രയേ ഉള്ളൂ ആ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആക്ടിവിറ്റി ആയി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്